വളരെ നിസ്സാരമായിട്ട് തള്ളുന്നതും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഫാറ്റി ലിവർ. അപ്പോൾ ഈ ഫാറ്റി ലിവർ സാധാരണ മൈൽഡ് ആണ് അല്ലെങ്കിൽ ഗ്രേഡ് 1 ആണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അത് കുറച്ചല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സാരമില്ല, പിന്നെ നോക്കാമെന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്? ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ദഹന പ്രശ്നങ്ങൾ. ദഹനക്കുറവായിരിക്കും, അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കുക, വയർ വീർക്കുന്നു, മലബന്ധം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പിത്തരസം ഉണ്ടാക്കുന്നതിൽ വലിയ റോള് വഹിക്കുന്നതാണ് ലിവർ. അപ്പോൾ ഈ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പിത്തരസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയും ഇത് നമുക്ക് മലബന്ധം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോൺസിന്റെ കൺവേർഷൻ നടക്കുന്നതൊക്കെ ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കൺവേർഷൻ നടക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നതാണ് ലിവർ. അപ്പോൾ ഈ ലിവറിന് ഫാറ്റി ലിവർ വരുമ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാനായിട്ട് തുടങ്ങും. ഇതുവഴി നമുക്ക് ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ക്ഷീണം, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയാനായിട്ട് തുടങ്ങും, സ്കിൻ ഇഷ്യൂസ്, അലർജി. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഫാറ്റി ലിവർ മൂലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും അത് ഗ്രേഡ് കൂടട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിരിക്കരുത്. ഫാറ്റി ലിവർ മോഡറേറ്റ് ആണ് അല്ലെങ്കിൽ ഗ്രേഡ് 1 ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് കൂടുന്നത് വെയിറ്റ് ചെയ്യാതെ ഫാറ്റി ലിവർ എത്രയും പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.